ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് പാളയം ഇമാം. പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ വീടുകളും മസ്ജിദുകളും തുറന്നു നൽകണമെന്നാണ് ആഹ്വാനം. നോമ്പാണെങ്കിലും ഭക്ഷണവും വെള്ളവും ഒരുക്കണമെന്നും പാളയം ഇമാം സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിൻ്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. ഇമാമിന്റെ ആഹ്വാനത്തിന് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ദ റിയൽ കേരള സ്റ്റോറി എന്ന ഹാഷ്ടാഗിലാണ് സന്ദേശം പ്രചരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആഷിഖാണ് ചേരുന്നത്. ആഷിഖ്, എന്തായാലും പറഞ്ഞതുപോലെ ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കഥ എന്ന് ജനങ്ങളെല്ലാം രാജ്യം എമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ബോധ്യപ്പെടട്ടെ എന്നുള്ളതാണ്. ഇതെല്ലാം കണ്ടിട്ട് എന്തായാലും ആറ്റുകാൽ പൊങ്കാല വരാനിരിക്കുകയാണ്. ഈ ഒരു പൊങ്കാല സമയത്ത് തലസ്ഥാനത്തെ ആളുകൾ എങ്ങനെയാണ് ആതിഥേയത്വം വഹിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയധികം ആളുകൾ എത്തുമ്പോൾ എല്ലാവരെയും ഇരു കൈയോടുകൂടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് തലസ്ഥാനത്ത് കാണുന്നത്. അവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നോമ്പുകാലമാണെങ്കിൽ പോലും ദാഹിക്കുന്നവർക്ക് വിശക്കുന്നവർക്ക് വേണ്ടതെല്ലാം സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഇമാം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു? സ്വാതി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. അത് പാളയത്തെത്തിയവർക്ക് എല്ലാവർക്കും അറിയാം. ഒരേ സ്ഥലത്ത് ക്ഷേത്രവും അമ്പലവും പള്ളിയും നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാളയം എന്ന് പറയുന്നത്. അവിടുത്തെ ഇമാമാണ് പാളയം ഇമാമാണ് വി പി സുഹൈബ് മൗലവി. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ മതേതരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെ ഈ അമ്പലവും ക്ഷേത്രവും പള്ളിയും കാണാറ്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ആ പള്ളിയിലെ ഈ കുതുബക്കിടയിലാണ് പാളയം ഇമാം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഈ പൊങ്കാല വരുന്നതിനനുബന്ധിച്ച് വലിയ മുന്നൊരുക്കങ്ങൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പാളയം പള്ളിയും പൂർണ്ണമായും ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് നോമ്പുകാലമാണ്. നോമ്പുകാലത്ത് പൊതുവെ വിശ്വാസികൾ ഭക്ഷണവും വെള്ളവും എല്ലാം ഒഴിവാക്കി മുഴുവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ജലപാനം ഒഴിവാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ പൊങ്കാലക്കെത്തുന്നവർ തങ്ങളുടെ മതവിശ്വാസികൾ പോലുമല്ല. പക്ഷേ എന്നിട്ട് പോലും തന്നെയാണ് മഹനീയമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ആറ്റുകാൽ പൊങ്കാല ദിവസം എന്നുള്ളതാണ്